Ladies and gentlemen, this is Adesh and welcome to my Kanedi. ഈ ജിയോ ഹോട്ട്സ്റ്റാറിന് മാത്രം എവിടെ നിന്നാണ് ഇത്രയും സീരീസ് കിട്ടുന്നത് എനിക്ക് അറിയില്ല. ഒരു ചുമട് സീരീസ് ആണ്, ഏകദേശം എല്ലാം അത്യാവശ്യം ക്വാളിറ്റി സാധനമാണ്. ഒന്ന് രണ്ട് അപരാധങ്ങളുണ്ട്, അതിപ്പോ ഹാർപ്പിക്കൊഴിച്ചാലും എല്ലാ ബാക്ടീരിയയും ചാവില്ലല്ലോ. ആദ്യത്തേത് റിസോർട്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഫീൽ ഗുഡ് സീരീസ് ആണ് റിസോർട്ട്. ഞാൻ പറയാം, തമിഴത്തെ മാത്രമല്ല, ഏത് ഇൻഡസ്ട്രി വേണമെങ്കിൽ എടുത്തോ, ഇത്രയും അടിപൊളി ഒരു ഫീൽ ഗുഡ് സീരീസ് ഈ അടുത്ത കാലത്ത് ഒന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ദ ബെസ്റ്റ് ഇൻ ടൗൺ. വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള സീരീസ് ഒന്നും അല്ല. ഇതിലത്തെ നായകനെ പലർക്കും അറിയ പോലും ഇല്ല. എന്നാൽ ഇവരുടെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. ഒരു റിസോർട്ടിൽ നടക്കുന്ന പരിപാടി, പ്രശ്നങ്ങള്, കോൺഫ്ലിക്ട്, ഇതൊക്കെ പറഞ്ഞു പോണ ഇപ്പൊ ഏകദേശം 50 എപ്പിസോഡോളം ഇറങ്ങിയ ഒരു സീരീസ് ആണ് റിസോർട്ട്. അടിപൊളിയാണ്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ട്രൈ. പിന്നെ ഹാർട്ട് ബീറ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. വൻ ഫാൻ ബേസ് ഉള്ള സീരീസ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സീരീസ് വേറെ ഉണ്ടാവില്ല. ഇതിന്റെ സീസൺ 1, സീസൺ 2 ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സീസൺ 3 ജൂൺ മാസം അവസാനം ജിയോ ഹോട്ട്സ്റ്റാറിൽ വരും. ഞാനൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു ഈ സീരീസിന്. എനിക്ക് തോന്നുന്നു 200 എപ്പിസോഡൊക്കെ 10-15 ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടുത്തു. അത്രയും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ്. ആ ക്യാരക്ടേഴ്സ് ദേ വർ ലൈക്ക് ഫാമിലി. സോ ഹാർട്ട് ബീറ്റ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ഇറ്റ്. അടിപൊളിയാണ്. ബാക്കിയുള്ളവരുടെ പോലെ ക്രിഞ്ച് കോമാളിത്തരം വെറുപ്പിക്കലല്ല, അത്യാവശ്യം നൈസ് സാധനം. LBW, നമ്മളെ വിക്രാന്തിന്റെ ഒരു ക്രിക്കറ്റ് സീരീസ് ആണ് LBW. ഈ സീരീസിനെ ഞാൻ പല സമയത്ത് ഇട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ചില സമയത്തൊക്കെ അത്രയും വെറുപ്പിക്കലാണ്. എസ്പെഷ്യലി ഇതിലത്തെ റൊമാൻസ് സീൻസ് ഒക്കെ തൊലി ഉരിഞ്ഞു പോകും. എന്നാൽ ഈ ആഴ്ച 4 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 89 തൊട്ട് 92ാമത്തെ എപ്പിസോഡ് വരെ അടിപൊളിയായിരുന്നു. ഒരിക്കലും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതിന്റെ എപ്പിസോഡ്സ് കണ്ടിട്ട് ഞാൻ കരയുന്നു. 92ാമത്തെ എപ്പിസോഡ് കണ്ടപ്പോ അതുവരെ ഉണ്ടായി. മറ്റേ ഋഷി പറഞ്ഞ പയ്യൻ മറ്റേ ക്രിക്കറ്റ് ക്യാമ്പിൽ നിന്ന് പോകുമ്പോ അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് പോകുമ്പോ ഒരു ഇമോഷണൽ സീൻ ഉണ്ട്. മോനെ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. അടിപൊളിയായിരുന്നു. എന്തൊക്കെ ഈ സീരീസിന്റെ നെഗറ്റീവ് ഉണ്ട് പറഞ്ഞാലും എല്ലാ ആഴ്ചയും ബുധനാഴ്ച 11:30 രാത്രി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും ഈ സാധനം കാണാൻ. ബിക്കോസ് ഓഫ് വിക്രാന്ത്. അതിൽ വിക്രാന്തിന് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, രംഗൻ. വേറെ ഒരു ആക്ടർ ചെയ്താൽ ഇത്രയും അടിപൊളിയാവില്ല. ദിസ് ഗായ് ഈസ് ആക്ച്വലി വെരി അണ്ടർ റേറ്റഡ്. അടിപൊളി പെർഫോമർ ആണ്, എന്നാൽ പലപ്പോഴും കിട്ടേണ്ട അപ്രീസിയേഷൻ കിട്ടുന്നില്ല. വിക്രാന്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സീരീസ് കാണും. സോ ഇപ്പോ ഇനി നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം 8 എപ്പിസോഡ് എന്താ ഉള്ളൂ സീസൺ 1 കഴിയാൻ. ഒരു ഹംബിൾ ആൻഡ് സിമ്പിൾ റിക്വസ്റ്റ് ആണ്, സീസൺ 1 കൂടി നിർത്തരുത്. സീസൺ 2 എന്തായാലും ഇറക്കണം. യു ഗായ്സ് വിൽ ബി മിസ്ഡ്. ഇത് കഴിഞ്ഞു വെച്ചാൽ ഡെഫിനറ്റ്ലി യു ഗായ്സ് വിൽ ബി മിസ്ഡ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സീരീസാണ്. സോ വേണ്ടവര് കണ്ടു നോക്കുക. കസിൻസ് ആൻഡ് കല്യാണംസ് പറഞ്ഞിട്ട് ഒരു സീരീസ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓൾമോസ്റ്റ് സിമിലർ ജോണറിലുള്ള ഒരു സീരീസ് ആണ്, കണ്ടു നോക്കാൻ. കസിൻസ് ആൻഡ് കല്യാണംസ് വൺ ടോർച്ചർ ആയിരുന്നു. ആരെങ്കിലും നിങ്ങൾക്ക് ടോർച്ചർ ചെയ്ത് കൊല്ലണമെങ്കിൽ ആ സാധനം കാണിച്ചു കൊടുത്താൽ മതി. എന്നാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നൈസ് സീരീസ് ആട്ടോ. 8 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ആ 8 എപ്പിസോഡ് എനിക്ക് നൈസ് ആയിട്ടാണ് തോന്നിയത്. ഈ ഫാമിലിക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഫാമിലി സീരീസ്. ഇപ്പൊ വീട്ടുകാരൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന സീരീസും സിനിമയൊക്കെ ഇപ്പൊ വളരെ കുറവാണ്. എല്ലാത്തിലും വെട്ടും കൊത്തും ചോരപ്പഴയും അതൊക്കെയാണ്. എന്നാ ദിസ് ഇസ് ആക്ച്വലി നൈസ്. നമ്മുടെ ബോസ് വെങ്കിട്ട് അണ്ണനാണ് ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോ അണ്ണൻ എല്ലാത്തിലും വില്ലൻ റോളാണ്. ഇതിലൊരു ഫാമിലി മാൻ ആയിട്ട് അടിപൊളിയായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സോ അങ്ങേർക്ക് 2 പണ്ടാട്ടിമാരുണ്ട്. ഒരു പണ്ടാട്ടിയിൽ 4-5 പിള്ളേരുണ്ട്, ആൻഡ് വേറൊരു പണ്ടാട്ടിയിൽ ഒരു മകളുണ്ട്. അപ്പൊ അണ്ണൻ ഈ 2 ഫാമിലീസ് തമ്മിൽ എങ്ങനെ കാണാതെ കൊണ്ടുപോകണം, അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ ബോണ്ടിങ്, ഇതൊക്കെയാണ് ഈ സീരീസ് പറഞ്ഞു പോണത്. വെരി നൈസ്. ഞാൻ ഈ സീരീസ് ഇറങ്ങിയത് നേരത്തെ അറിഞ്ഞാണ്. പക്ഷെ ഒരു എപ്പിസോഡ് 45 മിനിറ്റോളം ഉണ്ട്. അപ്പൊ 8 എപ്പിസോഡ് പറയുമ്പോൾ ഏകദേശം 6 മണിക്കൂർ. 6 മണിക്കൂർ ഒന്നും അടുപ്പിച്ച് കാണാൻ പറ്റില്ല. യൂഷ്വലി ഹോട്ട്സ്റ്റാറിന്റെ എപ്പിസോഡൊക്കെ 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ കാണാൻ വേണ്ടി വെച്ചതാ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയശ്രീ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കൊച്ചിന്റെ പെർഫോമൻസാ. ഈ സീരീസ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ആളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് തന്നെ ആ ഒരു ഇന്റൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ കിടന്ന് കരഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടാക്കും അങ്ങനെയല്ല.
ആ കൊച്ചിന്റെ സ്ട്രഗിൾസ്, ആ കൊച്ചു കടന്നു പോണ ട്രോമ, അതൊക്കെ നമുക്ക് ഫീൽ ആവും. അതുകൊണ്ട് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലത്തെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആ കൊച്ചാണ്. ഭയങ്കര നാച്ചുറൽ ആയി തോന്നി. നേരെ രണ്ടാമത്തെ മകളുടെ ക്യാരക്ടറും നൈസാണ്. ആൾക്ക് ഓഫീസിൽ ഒരു റിലേഷൻഷിപ്പ് പോലെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഫണ്ണി സൈഡാണ്. ഇതിൽ എനിക്ക് ആകെ ഒരു നെഗറ്റീവായി തോന്നിയത് ഈ മൂന്നാമത്തെ കൊച്ചിന്റെ ക്രിക്കറ്റ് കളിയാണ്. എപ്പോഴും പറയുന്ന കാക്ക 67 റൺ അടിച്ചു, 67 റൺ അടിച്ചു. പേപ്പറിന്റെ ഫ്രണ്ട് പേജിലൊക്കെ വന്നിട്ടുണ്ട്. എന്റെ പൊന്നുമാളെ വൈഭവ് സൂര്യവംശി ബുംറാനിട്ട് പൂശിയപ്പോ കൂടി പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ വന്നിട്ടില്ല. പിന്നെയാണ് 67 കുണുവ. ടെന്നീസ് ബോളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അതിന് 12,000 റുപ്യയുടെ ബാറ്റ്. കാശിന്റെ ഓരോ കുത്തിക്കഴപ്പ് അല്ലാതെ എന്ത്. എന്നിട്ട് അതിന് മറ്റേ അക്കാഡമി 67 റൺ അടിച്ചു. അതിന് ബാറ്റിംഗ് ഒക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ എന്താണ് തോണി തുഴയണ പോലെയാണ്. വക്കും മൊക്കും തട്ടിയിട്ടൊക്കെയാണ് ബോൾ പോണത്. ക്രിക്കറ്റ് സീൻ എടുക്കുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിരിക്കുക, ഇല്ലെങ്കിൽ അത് വൻ ബോർ പരിപാടിയാണ്. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് 67 കുണുവ എന്ന് പറയുന്നത് നിർത്തുക. സോ നമ്മുടെ കസിൻസ് ആൻഡ് കല്യാണംസിൽ ചന്തു പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പയ്യൻ ഇതിലും ഉണ്ട്. കുറച്ച് ടോക്സിക് ആണ് തന്നെ. നൈസ്. ഇതിൽ എല്ലാവരുടെ പെർഫോമൻസ് നൈസാ. 8ാമത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് വാസ് ഇവൺ നൈസ്, ഇവൺ ബെറ്റർ. സോ ഇതിൽ ഇങ്ങനെ ഫസ്റ്റ് പൊണ്ടാട്ടിയായിട്ടൊരു സ്ത്രീ ഉണ്ട്. നമുക്കൊക്കെ അമ്മയെ കാണുന്ന ഒരു ഫീലാണ് അമ്മയെ കാണുമ്പോൾ. ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരു പഞ്ചപാവ സ്ത്രീ. ഇത്രയും നല്ലൊരു സ്ത്രീ ഉള്ളപ്പോഴാണ് അണ്ണാ നിങ്ങൾ വേറെ പണ്ടാട്ടിയെ തപ്പിയിട്ട് പോയത്. നിങ്ങൾക്ക് നല്ല നല്ല ചൂരൽ വെച്ചിട്ട് ചന്തിക്ക് പട കിട്ടാത്തതിന്റെ സൂക്കടാണ്. അവരുടെ പെർഫോമൻസ് നല്ല രസമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ദൃശ്യം 3-ലെ പോലെ കല്യാണം, പെണ്ണുങ്ങൾക്ക് കല്യാണമാണ് വലുതെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു പോർഷൻ മാത്രമാണ് എനിക്ക് കുറച്ച് വലിപ്പിക്കലായി തോന്നിയത്. ഇവൻ ദൃശ്യം സിനിമയിൽ അതേപോലെ ആയിരുന്നു. ഏത് നേരത്തും കല്യാണമാണ്. എനിക്ക് തോന്നുന്നു ആ കല്യാണ ബ്രോക്കർ ഉണ്ടാക്കിയ പോലെ കാശ് ലോകത്താരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇതിലും അതേപോലെ ഉണ്ട്. ബാക്കി ഓവറോൾ നല്ലൊരു സീരീസ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ആക്ച്വലി നൈസ്. പക്ഷെ ഇനി വരുന്ന എപ്പിസോഡ് അറിയില്ല. 100 എപ്പിസോഡ് ഉണ്ടാവും. ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ട് 4 എപ്പിസോഡ് ആയിട്ടേ വരിക. സോ വേണ്ടവരെ കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സീരീസ്. ട്രൈ ഇറ്റ് ഔട്ട്. ദിസ് സീരീസ് ഇസ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ.